Product life cycle. Everyone on this earth has well defined life cycle. All human beings take birth, educate themselves, grow, then become old, and one day die. This is known as life cycle of human beings. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ എന്തുണ്ട് ലൈഫ് സൈക്കിൾ ഉണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ജനിക്കുന്നു, ഒരു പർട്ടിക്കുലർ ഏജിലെത്തുന്നു, അവിടെ നിന്ന് നമ്മൾ എഡ്യൂക്കേഷൻ കിട്ടുന്നു, പിന്നെ വളരുന്നു, വീണ്ടും പിന്നെ ഫാമിലി ആവുന്നു, ദെൻ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ഓൾഡ് ആവും, ദെൻ നമ്മൾ മരിക്കുന്നു. സോ നമ്മുടെ നോർമൽ ലൈഫ് സൈക്കിള് ഇങ്ങനെയൊക്കെയാണ്. സോ അതുപോലെ തന്നെ പ്രൊഡക്റ്റിനും എന്തുണ്ട്, ലൈഫ് സൈക്കിളുണ്ട്. അതിനോരോ സ്റ്റേജുകളുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ സെയിം വേ എവറി പ്രൊഡക്റ്റ് ഹാസ് ലൈഫ് സൈക്കിൾ നോൺ ആസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. സോ എല്ലാ പ്രൊഡക്റ്റിനും എന്തുണ്ട്, ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിനാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ദ ജേർണി ഓഫ് എ പ്രൊഡക്റ്റ് ഫ്രം ഇറ്റ്സ് ബർത്ത് ടു ഡെത്ത് ഈസ് വിഷ്വലൈസ്ഡ് ആസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. സോ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് മുതൽ അതിൻ്റെ യൂട്ടിലിറ്റി ഏറ്റവും അവസാനം എത്തുന്നത് വരെ, അതായത് ആ പ്രൊഡക്റ്റ് കൊണ്ട് ഇനി യാതൊരു ഉപകാരമില്ല, ഒബ്സൊലീറ്റ് അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകാന്ന് പറയും, ആ ഒരു സ്റ്റേജിലെത്തുന്ന ആ ഒരു ജേണി, അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ലൈക്ക് ഹ്യൂമൻ ബീങ്സ്, ഓൾ പ്രൊഡക്ട്സ് ഡോണ്ട് ഹാവ് ദ സെയിം ലൈഫ് സൈക്കിൾ. സം പ്രൊഡക്ട്സ് എൻജോയ് എ ലോങ് ടേം ഇൻ ദ മാർക്കറ്റ് വൈൽ അതേഴ്സ് നോട്ട്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം. നമ്മൾ ജനിക്കുന്നു, ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുന്നു, ഫ്രം ബേബി we become kids, then become or enter into an adolescent stage. അവിടുന്ന് പിന്നെ നമ്മൾ അഡൾട്ട്സ് ആവുന്നു, ദെൻ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മളൊരു ബിക്കം മോർ മെച്യൂർ, ഒരു മിഡിൽ ഏജ്ഡ് കാറ്റഗറിയിലേക്ക് വരും, ദെൻ ഓൾഡ് ആവും, ദെൻ ഡൈ ഒന്നും. സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻസിൻ്റെയും കോമൺ ആണ്. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ അങ്ങനെയല്ല. ചില പ്രൊഡക്റ്റുകൾക്ക് ലോങ് ലൈഫ് സൈക്കിളായിരിക്കും, ചില പ്രൊഡക്റ്റിന് വളരെ ചെറിയ ലൈഫ് സൈക്കിളായിരിക്കും. സ്റ്റേജസും എന്തായിരിക്കും, ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതെന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്ട്സ് ലൈഫ് ബിഗിൻസ് വിത്ത് ഇറ്റ്സ് മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ, then go through a period during which its market grows rapidly. Eventually it reaches at maturity and then stands saturated. Afterwards its market declines and finally its life comes to an end. So ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മാർക്കറ്റിലോട്ടുള്ള ഇൻട്രൊഡക്ഷൻ മുതലാണ്. ദെൻ ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് എത്തുന്നു. അവിടെ വെച്ച് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നു. ഇവഞ്ച്വലി അതൊരു മെച്യൂരിറ്റി സ്റ്റേജിലെത്തുന്നു. അവിടുന്ന് പിന്നെ ഒരു സാച്ചുറേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ അപ്പുറത്തേക്ക് എന്തില്ല, ഒരു ഗ്രോത്ത് ഇല്ല. ആൻഡ് ആഫ്റ്റർവേർഡ്സ് ഇറ്റ്സ് മാർക്കറ്റ് ഡിക്ലൈൻസ്. അതിനുശേഷം ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് താഴോട്ട് വരികയാണ്, ഡിക്ലൈൻ ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഇറ്റ്സ് ലൈഫ് കംസ് ടു ആൻ എൻഡ്. ഫൈനലി ആ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് എന്ത് ചെയ്യുന്നു, അവിടെ അവസാനിക്കുകയാണ്. Thus a product passes through different stages. The stage through which a product passes are called stages of product life cycle. സോ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്തുണ്ട്, ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. സോ അതിനെയാണ്, ആ അത്തരം സ്റ്റേജസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ്, ദെൻ ഗ്രോത്ത്, ദെൻ മെച്യൂരിറ്റി, ദെൻ ഡിക്ലൈൻ. ഇതിന് ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്, ദെൻ ഗ്രോത്ത് ഗ്രീൻ, ദെൻ മെച്യൂരിറ്റി യെല്ലോ, ഡിക്ലൈൻ ആണ് റെഡ് കളേർഡായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ആണ്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ. നേരത്തെ പറഞ്ഞു, മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു പോയിൻറ്റിനാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ ലൈഫ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേജാണ്. ആഫ്റ്റർ ടെസ്റ്റിംഗ് എ പ്രൊഡക്റ്റ് എൻറ്റേഴ്സ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആൻഡ് പ്രൊഡക്റ്റ് വിൽ ദെൻ ബിക്കം available in the market. During this stage the sales are low. So
പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നതിൻ്റെ മുന്നേ മാർക്കറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊരു പ്രൊഡക്റ്റ് അതിൻ്റെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് മുതൽ അത് മാർക്കറ്റിലോട്ട് അത് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കും. അപ്പോൾ അതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യും, അതിൻ്റെ മാർക്കറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാക്കും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. സോ ഇനീഷ്യലി എന്തായിരിക്കും, സെയിൽസ് വളരെ ലോ ആയിരിക്കും. കാരണം എന്താണ്, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ മാർക്കറ്റിൽ. ദർ ആർ 2 reasons ഫോർ സ്ലോ സെയിൽസ്. ഫസ്റ്റ്, കസ്റ്റമേഴ്സ് ആർ അൺഅവെയർ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. സെക്കൻഡ്, ദേ ആർ കോഷ്യസ് ഓഫ് ബൈയിങ് സംതിങ് ന്യൂ. 2 കാരണങ്ങളാണ് ഇതിന് പറയുന്നത്. ഒന്നെന്താണ്, കസ്റ്റമേഴ്സ് ഈ പ്രൊഡക്റ്റിനെ പറ്റി അവെയർ അല്ല. ദെൻ സെക്കൻഡ്, അവർ പുതിയ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നാൽ അതിന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ സെയിൽസ് ആർ ലോ ബട്ട് കോസ്റ്റ് ആർ ഹൈ. കമ്പനി ഹാസ് പ്രോബബ്ലി ഇൻവെസ്റ്റഡ് ലാർജ് എമൗണ്ട്സ് ഓഫ് മണി ടു ഡെവലപ്പ് ആൻഡ് ലോഞ്ച് products, so profits are low. Sometimes companies shall incur a loss. സോ ഇനീഷ്യൽ സ്റ്റേജാണ്. കോസ്റ്റ് എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. ബിക്കോസ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ടെസ്റ്റിങ്ങിന് ശേഷം മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊമോഷൻ കൊടുക്കേണ്ടതായിട്ട് വരും, അഡ്വർടൈസിങ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, ഒരുപാട് എമൗണ്ട് ഓഫ് ക്യാഷ് എന്ത് ചെയ്യും അവിടെ ചിലവാകുന്നുണ്ട് പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങിന് തന്നെ. സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ ലോ ആയിരിക്കും, പ്രോഫിറ്റ് മാർജിൻ വളരെ ലോ ആയിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യാം, കമ്പനി ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ലോസിലോട്ടും പോകാം. കാരണം വലിയ രീതിയിലുള്ളൊരു നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിന് ടോട്ടലായിട്ടുള്ള കോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയൊന്നുമില്ല. ഓക്കെ, ദെൻ കറൻ്റ്ലി പ്രൊഡക്ട്സ് ലൈക്ക് ഇ ബുക്സ്, പേഴ്സണൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡേഴ്സ് ആർ ഇൻ ദി സ്റ്റേജ്. അതായത് ഈ ഒരു ജനറേഷനിലുള്ള എല്ലാത്തരം പ്രൊഡക്ട്സും ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലായിരിക്കും. ഇപ്പോൾ ഇതിൽ പറയുന്ന ഇ ബുക്സ്, നമുക്കിപ്പോൾ നമ്മൾ സാധാരണ ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും സോഫ്റ്റ് കോപ്പി നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം എല്ലാ കോളേജിലും തന്നെ എന്താണ്, ഈ ലൈബ്രറിയൊക്കെ ഒരുപാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്സിൻ്റെയും സോഫ്റ്റ് കോപ്പി ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്പിൽ കിട്ടും. നമ്മുടെ എല്ലാവരും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതരം ബുക്സും വായിക്കാമെന്നുള്ളതാണ്. സോ അത്തരത്തിൽ ഈ ബുക്സിൻ്റെ വലിയ രീതിയിൽ എന്തുണ്ട്, ഒരു പ്രചാരം കിട്ടുന്നുണ്ട്. അതുപോലെ വീഡിയോ റെക്കോർഡേഴ്സ്, ഡിജിറ്റൽ വീഡിയോ റെക്കോർഡേഴ്സ്, ഇത്തരത്തിൽ ഈ ജനറേഷനിൽ വരുന്ന എല്ലാതരം പ്രൊഡക്ട്സും ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തു 2010 ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട എല്ലാ പ്രൊഡക്ട്സും ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട എല്ലാ പ്രൊഡക്റ്റും ഏകദേശം ഈ ഒരു സ്റ്റേജിലായിരിക്കും. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് മേ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. എന്തൊക്കെയാണ് മെയിൻ ക്യാരക്ടർ നോക്കാം. ഫസ്റ്റ് വൺ, ലോ സെയിൽസ് ആണ്. സെയിൽസ് ലോ ആയിരിക്കും, അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ദെൻ ലോ പ്രോഫിറ്റ്സ് ഓർ ലോസ്. പിന്നെ പ്രോഫിറ്റ് ആണെങ്കിലും വലിയ മാർജിൻ ഉണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞു, കോസ്റ്റ് കവർ ചെയ്യാൻ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആയതുകൊണ്ട് ആ പ്രൊഡക്റ്റിന് പറ്റിയിട്ടുണ്ടാവില്ല. ദെൻ ലോസസും അതുപോലെ തന്നെ എന്തായിരിക്കും, വലിയ ലോസ് ആയിരിക്കില്ല, പക്ഷെ എന്നാലും ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹൈ കോസ്റ്റ് ബിക്കോസ് ഓഫ് ഹൈ പ്രൊമോഷൻ എക്സ്പെൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അത്രയും നന്നായിട്ട് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഹൈ കോസ്റ്റ് ആയിരിക്കും. പിന്നെ ജനറലി ഹൈ പ്രൈസ്, ലെസ് കോമ്പറ്റീഷനാണ്. അത് ഹൈ പ്രൈസ് ഡിപ്പെൻസ് ആണ്. അപ്പോൾ ചില പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ പ്രൈസ് കൊടുത്തിട്ട് ഇറക്കാറുണ്ട്, അതല്ലെങ്കിൽ ഒരു മീഡിയം പ്രൈസ് കൊടുക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റിസ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എപ്പോഴും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി അത്യാവശ്യം ഹൈ പ്രൈസ് ആയിരിക്കും എപ്പോഴും നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്യുന്നത്. ദ മാർക്കറ്റിംഗ്. സോ പിന്നെ അതുപോലെ തന്നെ എന്താണ്, ലെസ് കോമ്പറ്റീഷനാണ്. പ്രത്യേകിച്ച് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. കാരണം നമ്മൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ്, അവർക്ക് ഒത്തിരി എതിരാളിയായിട്ട് വളർന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ലെസ് കോമ്പറ്റീഷൻ. ദെൻ ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റേജസ് ടു ക്രിയേറ്റ് പ്രൊഡക്റ്റ് അവയർനെസ് ആൻഡ് ട്രെൻഡ്. അപ്പോൾ
മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൻ്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് അവയർനെസ്. ഈ ഒരു പ്രൊഡക്റ്റ് മാക്സിമം എന്ത് ചെയ്യുക, ആളുകളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുക. അവരെന്താ ഈ പ്രൊഡക്റ്റിനെ പറ്റി മാക്സിമം അവെയർ ആവുക എന്നുള്ളതാണ്. സോ ഒരു ട്രയൽ എടുക്കുക, അതൊരു പർട്ടിക്കുലർ നമ്മളൊരു ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ അവരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആവശ്യമെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ മാക്സിമം റീച്ച്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജാണ് ഗ്രോത്ത്. ഡ്യൂറിങ് ദ ഗ്രോത്ത് സ്റ്റേജ് മോർ കസ്റ്റമേഴ്സ് ബിഗിൻ ടു ബൈ the product. This is because customers who purchased during the introduction stage are purchasing again or have recommended the product to colleagues, friends and family. ഇപ്പോൾ ഗ്രോത്ത് സ്റ്റേജിലോട്ട് വരികയാണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഗ്രോത്ത് സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കൂടുതൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ ആദ്യം എക്സ്പെരിമെൻറ്റ് എന്നുള്ള രീതിയിൽ വാങ്ങിയിട്ടുള്ള ആളുകൾ അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരത് വീണ്ടും പർച്ചേസ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് അവരുടെ കൊളീഗ്സ്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ഇവർക്കൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ആൻഡ് സെയിൽസ് വിൽ ബിഗിൻ ടു ഗ്രോ ആൻഡ് ദ കമ്പനി വിച്ച് ഹാസ് ബിൻ ഇൻക്രീസിങ് ലോസസ് ബിഗിൻ ടു മേക്ക് പ്രോഫിറ്റ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ചെറിയ രീതിയിലുള്ള ലോസ് ഇൻകർ ചെയ്തിരുന്ന കമ്പനി എന്ത് ചെയ്യും, പതുക്കെ കയറി വരും. സെയിൽസ് എന്ത് ചെയ്യും, പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അറ്റ് ദിസ് സ്റ്റേജ് കോമ്പറ്റീറ്റേഴ്സ് മേ എൻ്റർ ദ മാർക്കറ്റ്, സെയിൽസ് റീച്ച് ദെയർ ഒപ്റ്റിമം ലെവൽ ബട്ട് ദ സെയിൽസ് ഗ്രോത്ത് സ്ലോ ഡൗൺ. ഇവിടെ നമ്മുടെ സെയിൽസിൻ്റെ ഗ്രോത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കില്ല, പക്ഷേ എന്നാലും എന്ത് ചെയ്യുന്നുണ്ടാവും, നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് വരാൻ തുടങ്ങും. സെയിൽസ് എന്ത് ചെയ്യും, ഒപ്റ്റിമം ലെവലിൽ റീച്ച് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു ലെവൽ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സെൽ ഫോൺസ്, ഇൻ്റർനെറ്റ് ഷോപ്പിംഗ് സൈറ്റ്സ് ആർ കറൻ്റ്ലി എക്സ്പീരിയൻസിങ് റാപ്പിഡ് ഗ്രോത്ത്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് സ്റ്റേജ് മേ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. നമ്മുടെ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും, എസ്പെഷ്യലി ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റർനെറ്റ് ഷോപ്പിംഗ് സൈറ്റ്സ്, അപ്പോൾ നമ്മുടെ ഇ-കൊമേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് ഉള്ള എല്ലാ തരം പ്രൊഡക്ട്സും വളരെ നല്ല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മുടെ സ്മാർട്ട് ഫോൺസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഓട്ടോമൊബൈൽ മേഖലയിൽ വരുന്ന പുതിയ ഐഡിയാസ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ, വലിയ രീതിയിൽ ഗ്രോത്ത്, വലിയ രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി ഈ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ എന്തൊക്കെ പിന്നെ കാര്യങ്ങളാണ് സംഭവിക്കുക നോക്കാം. റാപ്പിഡ്ലി റൈസിങ് സെയിൽസ്, വളരെ വേഗത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന സെയിൽസ്. പിന്നെ എക്സ്പാൻഷൻ ഇൻ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ എന്ത് ചെയ്യേണ്ടി വരും, നന്നായിട്ട് സെയിൽ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡിമാൻഡ് ഉണ്ടെന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ്റെ റേറ്റ് കൂട്ടേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കൂടും. ദെൻ ലോവർ യൂണിറ്റ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ അത്രയധികം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും. അതാണ് ലോവർ യൂണിറ്റ് കോസ്റ്റ് എന്നാണ്. പിന്നെ ഡെഫിനറ്റ്ലി കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടും. സ്റ്റേബിൾ ഓർ സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ് പ്രൈസ്. നമ്മൾ ഒരു പ്രൈസിൻ്റെ ഫിക്സേഷൻ പറഞ്ഞല്ലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ഹൈ പ്രൈസ് ആയിരിക്കും. പക്ഷേ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ പ്രൈസ് ഒന്ന് സ്റ്റേബിൾ ആവാനുള്ള ആ ഒരു ലെവലിലോട്ട് എത്തും. ദ മെയിൻ ഒബ്ജക്റ്റീവ് അറ്റ് ദിസ് സ്റ്റേജ് ഇസ് ടു മാക്സിമൈസ് മാർക്കറ്റ് ഷെയർ. അപ്പോൾ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് ഷെയർ കൂട്ടുക എന്നുള്ളതാണ് ഗ്രോത്ത് സ്റ്റേജിൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാക്സിമം റീച്ച് കിട്ടുക എന്നാണ്. ഗ്രോത്ത് സ്റ്റേജ് ആകുമ്പോൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഷെയർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ. Then maturity. This stage has the longest duration. In the maturity stage, the demand for the product reaches at a saturation point. Competition becomes severe. During this stage, the manufacturer introduces new model or adapt new product methods such as trading in to promote sales. The number of buyers will continue to grow but slowly. Maturity സ്റ്റേജിൽ എത്തുമ്പോൾ എന്താണ്, ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ ഫേസ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് സാച്ചുറേഷൻ പോയിൻറ്റിലോട്ടെത്തും, അതായത് ഏറ്റവും മാക്സിമം ഡിമാൻഡ് ലെവലിലോട്ടെത്തും. കോമ്പറ്റീഷൻ അത്രത്തോളം സിവിയർ ആയിരിക്കും, വളരെ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ് മാനുഫാക്ചർ ഇൻട്രൊഡ്യൂസ് ന്യൂ മോഡൽ ഓർ അഡാപ്റ്റ് ന്യൂ പ്രൊഡക്റ്റ് മെത്തേഡ് സച്ച് ആസ് ട്രേഡിംഗ് ഇൻ ടു പ്രൊമോട്ട് സെയിൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കോമ്പറ്റീറ്റേഴ്സിനായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പുതിയ
മോഡൽസ്, പുതിയ പുതിയ മെത്തേഡ്സ് എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തും സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്പർ ഓഫ് ബയേഴ്സ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാം, കാരണം നമ്മൾ ഓൾറെഡി എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് നമുക്ക് ബയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. സോ ബയേഴ്സ് കൂടുന്നുണ്ടായിരിക്കും, പക്ഷേ എന്തായിരിക്കും, ഗ്രോത്ത് സ്റ്റേജിലുണ്ടായിരുന്ന അത്രയും തന്നെ ബയേഴ്സ് കൂടുന്നുണ്ടായിരിക്കില്ല, ഒരു സ്ലോ റേറ്റ് ആയിരിക്കും. ഇൻ ദ ഇനീഷ്യൽ പീരീഡ്സ് ഓഫ് ദിസ് സ്റ്റേജ് പ്രോഫിറ്റ് ഇൻക്രീസസ് ആൻഡ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം. ലേറ്റർ ഓൺ പ്രോഫിറ്റ് വിൽ സ്റ്റാർട്ട് ഫോളിങ്. സോ ഈ മെച്യൂരിറ്റി സ്റ്റേജിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രോഫിറ്റ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും ആൻഡ് ഒരു പർട്ടിക്കുലർ ലെവലിൽ മാക്സിമം എത്തും. അതിനുശേഷം എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രോഫിറ്റ് താഴെ തുടങ്ങും. മൈക്രോവേവ് ഓവൻസ്, വീഡിയോ ടേപ്പ് റെക്കോർഡേഴ്സ് ആൻഡ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആർ ദ പ്രോഡക്ട്സ് ദാറ്റ് ഹാവ് റീച്ച്ഡ് മെച്യൂരിറ്റി. അപ്പം നമ്മുടെ സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള നമ്മുടെ ഇലക്ട്രോണിക് പ്രോഡക്ട്സ്, മൈക്രോവേവ് ഓവൻസ്, അതുപോലെ റെഫ്രിജറേറ്റേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഓൾറെഡി നമ്മുടെ ആളുകൾക്കെല്ലാം തന്നെ ഒരു പൊതുവായിട്ടുള്ള ധാരണയുള്ള പ്രൊഡക്ട്സ്, അതൊക്കെ ഓൾറെഡി മെച്യൂരിറ്റി സ്റ്റേജിലാണ് എന്നുള്ളത് പറയാം. ദ ലേറ്റർ പാർട്ട് ഓഫ് ദിസ് കേസ് ദർ ഇസ് നോ ഗ്രോത്ത് ഓഫ് സെയിൽസ് ബിക്കം സ്റ്റാഗ്നൻ്റ് ആൻഡ് കോമ്പറ്റീഷൻ ബിക്കം മോർ ടഫ്. സോ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെത്തുമ്പോൾ നിന്ന് പ്രോഫിറ്റ് ഡൗൺ ആവും. സോ അതോടൊപ്പം തന്നെ കോമ്പറ്റീഷൻ ഭയങ്കര ടഫാവും. സെയിൽസ് എന്തായിരിക്കും, സ്റ്റാഗ്നൻ്റ് ആയിരിക്കും, എന്ന് വെച്ചാൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ദ സ്റ്റോക്ക് ബിക്കംസ് ലാർജ് ആൻഡ് പ്രോഫിറ്റ് ഡിക്ലൈൻസ് ഫർദർ. സോ ദാറ്റ് നമ്മൾ വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല, അപ്പോൾ സ്റ്റോക്ക് എന്തായിരിക്കും, മൂവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, കാരണം ഡിമാൻഡ് കുറഞ്ഞു വരികയാണ്. സോ ദാറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രത്തോളം എന്ത് ചെയ്യില്ല, പ്രൊഡക്റ്റ് സെയിൽ കിട്ടില്ല, മാർക്കറ്റിൽ മൂവ് ചെയ്യില്ല. സോ ദാറ്റ് സ്റ്റോക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് ഡിക്ലൈൻസ് ഫർദർ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കുറയും, ഡിക്ലൈൻ ചെയ്യും. ദ ഫേം വിൽ യൂസ് സം സ്ട്രാറ്റജീസ് ലൈക്ക് മാർക്കറ്റ് മോഡിഫിക്കേഷൻ, പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് അതർ മാർക്കറ്റിംഗ് എലമെൻറ്റ്സ്. സോ എല്ലാ തരത്തിലുള്ള മെത്തേഡ്സും എന്ത് ചെയ്യും, ഈ ഒരു പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യും, പയറ്റി നോക്കും, എങ്ങനെയെങ്കിലും ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും നോക്കുക. അതിൽ മാർക്കറ്റ് മോഡിഫിക്കേഷൻ, അതുപോലെ പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ, പ്രൊഡക്റ്റിന് എന്തെങ്കിലും വേരിയേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. സോ അങ്ങനെയൊക്കെ എങ്ങനെ ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാം എന്നുള്ളൊരു കാര്യമായിരിക്കും നോക്കുക. മോഡിഫിക്കേഷൻ, പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ, ഇതൊക്കെ ആയിരിക്കും സാധാരണ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മാർക്കറ്റിംഗ് മിക്സ് എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു 4 പീസ് ഉണ്ട്. അതൊക്കെ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഈ 4 ഏതിലെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് നോക്കും. സോ അങ്ങനെയൊക്കെ എങ്ങനെ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കുക എന്നുള്ളതായിരിക്കും നോക്കുക. സോ മെയിനായിട്ട് മെച്യൂരിറ്റി സ്റ്റേജിൽ എന്തൊക്കെ സംഭവിക്കുന്നു, സെയിൽസ് ഗ്രോ അറ്റ് ഡിമിനിഷിങ് റേറ്റ്. സോ സെയിൽസ് ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ എന്തായിരിക്കും, ഡിക്രീസിങ് റേറ്റ് ആയിരിക്കും, കുറഞ്ഞ ലെവലിൽ എന്ത് ചെയ്യുള്ളൂ, സെയിൽസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. പ്രൈസ് ടെൻസ് ടു ഫോൾ. പ്രൈസ് എന്ത് ചെയ്യും, താഴെ തുടങ്ങും. കാരണം എന്ത് ചെയ്യുക, നമ്മൾ ഹൈ പ്രൈസ് വെച്ച് ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് വല്ലാണ്ട് മൂവ് ചെയ്യുന്നില്ല. സോ ദാറ്റ് നമ്മൾ വി ആക്ച്വലി ഫോഴ്സ് ടു റെഡ്യൂസ് ദ പ്രൈസ്. നമ്മൾ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കാനായിട്ട് നിർബന്ധിതരാവും. ദെൻ പ്രോഫിറ്റ് സ്റ്റാർട്ട് ഡിക്ലൈനിങ്. സോ ദാറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. പിന്നെ സ്റ്റിഫ് കോമ്പറ്റീഷൻ ആവും, വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആവും. പ്രൊഡക്റ്റ് സപ്ലൈ മേ എക്സീഡ് ഡിമാൻഡ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് വരെ നമ്മൾ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിമാൻഡ് ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ ഡിമാൻഡ് താഴാൻ തുടങ്ങും. സോ ദാറ്റ് നമ്മുടെ പ്രൊഡക്റ്റ് വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നില്ല. സോ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് സപ്ലൈ, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഇഷ്ടം പോലെ ഉണ്ട്. സോ മാർക്കറ്റിൽ നമ്മൾ എത്തിയാലും വാങ്ങാൻ ആളുണ്ടാവില്ല. സോ അതുകൊണ്ട് പ്രൊഡക്റ്റ് സപ്ലൈ മേ എക്സീഡ് ഡിമാൻഡ്. ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ ഉണ്ടാവും. ദെൻ പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻസ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്. അതാണ് ഇതിലാകെ ചെയ്യാനുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ, മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വേരിയേഷൻസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻ പ്രൊഡക്റ്റിന് വരുത്തേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്. ദെൻ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ടു ഡിഫൈൻ മാർക്കറ്റ് ഷെയർ ബൈ മെയിൻറ്റെയിനിങ് ദ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ലെവൽസ്. സോ മെച്യൂരിറ്റി സ്റ്റേജിൽ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഷെയർ, ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ഷെയർ എന്ത് ചെയ്യും, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ അതിൻ്റെ മാർക്കറ്റ് ഷെയർ എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് കമ്പനി എല്ലായ്പ്പോഴും ചിന്തിക്കുക. സോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്തായിരുന്നു, മാക്സിമം റീച്ച് കിട്ടുക എന്നുള്ളതായിരുന്നു, മാക്സിമം അവയർനെസ് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ദെൻ സെക്കൻഡ് സ്റ്റേജ് ആയപ്പോഴേക്കും
എന്താണ് നമ്മുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ നമുക്കൊരു നല്ല മാർക്കറ്റ് ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ആ മാർക്കറ്റ് ഷെയർ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. ദെൻ ഡിക്ലൈൻ സ്റ്റേജ്, ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. സെയിൽസ് എന്ത് ചെയ്യും, താഴെ തുടങ്ങും, ക്രമാതീതമായിട്ട് കുറയും. ദർ മേ ബി ലിറ്റിൽ ഓർ നോ പ്രോഫിറ്റ്, ഒന്നെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ തീരെ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഇൻവെൻട്രി കോസ്റ്റ് മേ ബിക്കം ലാർജ്, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ത് ചെയ്യും, വളരെ കൂടും, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. ദാറ്റ് ഈസ് ആൻഡ് ഓൾസോ ഇൻവെൻട്രി കോസ്റ്റ് മേ ബിക്കം ലാർജർ, കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ഹ്യൂജ് സ്റ്റോക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇൻവെൻട്രി കോസ്റ്റ് ലാർജായി മാറും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്നത് നമുക്ക് പ്രോഫിറ്റ് കുറവാണ്. സോ ദാറ്റ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇൻവെൻട്രി നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് എക്സ്പെൻസീവായി മാറും. അറ്റ് ദിസ് സ്റ്റേജ് കോമ്പറ്റീഷൻ ബിക്കം സിവിയർ. അപ്പം ഓൾറെഡി നമ്മൾ മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റിഫ് കോമ്പറ്റീഷൻ ആയിരിക്കും, പക്ഷേ അത് കുറച്ചും കൂടി എന്താവും, ലാർജറായി മാറും എന്നുള്ളതാണ്. Then customers go for newer and better products due to technological development, change in taste, etc. Therefore, sales start declining. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, പതുക്കെ ഈ പ്രൊഡക്റ്റിൽ നിന്ന് വേറെ പ്രൊഡക്റ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് വരും. കാരണം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും, ഇതിൻ്റെ തന്നെ വാരിയൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും. സോ ഏറ്റവും നല്ല ടെക്നോളജി ഫോളോ ചെയ്യുന്ന പിന്നെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണോ ആ പതുക്കെ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ദാറ്റ് സെയിൽസ് എന്ത് ചെയ്യും, ക്രമാതീതമായിട്ട് കുറയും. ദിസ് സ്റ്റേജ് വിൽ ലീഡ് ടു ഗ്രാജുവൽ ഫേസിങ് ഔട്ട് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് എന്തായിരിക്കും, ആ മാർക്കറ്റിൽ നിന്ന് പതുക്കെ മാറി നിൽക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക, ആ പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും മെയിനായിട്ട് ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, വലിയ ലോസിലേക്ക് കൂപ്പുകുത്തും. ദെൻ കാർബൺ പേപ്പർ, B&W ടെലിവിഷൻ സെറ്റ്സ്, ടെലിഗ്രാം, ടൈപ്പ് റൈറ്റേഴ്സ്, ഫൗണ്ടൻ പെൻ എക്സെട്ര ആർ പ്രൊഡക്ട്സ് ദാറ്റ് ഹാവ് എൻ്റെ ഡിക്ലൈൻ സ്റ്റേജ്. അപ്പോൾ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് ഓൾറെഡി ഇപ്പം പോകുന്ന കുറച്ച് പ്രോഡക്റ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ആക്ച്വലി ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. കാർബൺ പേപ്പർ, അതുപോലെ നമ്മുടെ സാധാരണ ടെലിവിഷൻ സെറ്റ്സ്, പിന്നെ ടെലിഗ്രാം, ടൈപ്പ് റൈറ്റർ, ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു 20-25 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ മാർക്കറ്റിലേ ഇല്ല. അതുപോലെ ഫൗണ്ടൻ പെൻ, നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്തിട്ട് എഴുതുന്ന ഫൗണ്ടൻ പെന്ന്, ഇതൊന്നും തന്നെ എന്തില്ല, എല്ലാം ഡിക്ലൈൻ സ്റ്റേജ് ആയിട്ടുണ്ട്. ദിസ് സ്റ്റേജ് വിൽ ലീഡ് ടു ഗ്രാജുവൽ ഫേസിങ് ഔട്ട് ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ ഫേസിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പതുക്കെ ആ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് തീരെ ഇല്ലാണ്ടായി മാറും, അത് ഡിമാൻഡേ ഉണ്ടാവില്ല. ദെൻ ഡിമാൻഡ് ഫോർ കൊഡാക് ഫിലിം പ്രൊഡക്ട്സ് ഈസ് ഫോളോയിങ് റാപ്പിഡ്ലി ബിക്കോസ് ഓഫ് പോപ്പുലാരിറ്റി ഓഫ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഈസ് റൈസിങ്. അപ്പോൾ നമ്മൾ കാർബൺ പേപ്പർ, ടെലിവിഷൻ സെറ്റ്സ്, ടെലിഗ്രാം, ടൈപ്പ് റൈറ്റേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ പണ്ട് കൊട്ടാക്കിൻ്റെ ഫിലിംസ് ആയിരുന്നു നമ്മൾ ക്യാമറയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫിലിം യൂസ് ചെയ്യുന്നേ ഇല്ല, കാരണം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി അത്രയധികം റാപ്പിഡ്ലി പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺസിൻ്റെ അറൈവലോട് കൂടി ഇവയുടെയൊക്കെ മാർക്കറ്റ് താണുപോയി. സോ അതുകൊണ്ട് തന്നെ ഈ കൊട്ടാക്കിൻ്റെ ഫിലിംസ് ഇതൊക്കെ എന്തായി, തീരെ ഔട്ട്ഡേറ്റഡായി, ഇപ്പോൾ അതൊന്നും മാർക്കറ്റിലില്ല. സോ അതൊക്കെയാണ് നമ്മൾ ഡിക്ലൈൻ സ്റ്റേജിൽ മെയിനായിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, റാപ്പിഡ് ഫോൾ ഇൻ സെയിൽസ്, ക്രമാതീതമായിട്ട് സെയിൽസ് കുറയുക. ദെൻ ഫോൾ ഇൻ പ്രൈസ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ക്രമാതീതമായിട്ട് കുറയുക. ദെൻ നോ പ്രൊമോഷണൽ എക്സ്പെൻസ് ഇല്ല, കാരണം പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഇറ്റ്സ് ഓൾറെഡി അങ്ങനെ ഗെറ്റിംഗ് പ്ലമ്മറ്റഡ് അല്ലെങ്കിൽ ഗെറ്റിംഗ് പ്ലഞ്ച്ഡ്, ഏറ്റവും താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പ്രൊമോഷണൽ എക്സ്പെൻസ് കൂട്ടിയതുകൊണ്ടോ കൂടുതൽ പ്രൊമോഷൻ കൊടുത്തതുകൊണ്ടോ യാതൊരു കാര്യമില്ല. റെഡ്യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ടു ദ മിനിമം, പ്രൊഡക്റ്റ് ടെക്നോളജി ബിക്കം ഒബ്സൊലീറ്റ്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു, മിനിമം ആക്കുന്നു, കാരണം പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മെയിൻ ആവശ്യം ഇപ്പോൾ. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് പോവുക. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ടെക്നോളജി ഒബ്സൊലീറ്റായി മാറും എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടു പോകും, ഔട്ട്ഡേറ്റഡായി മാറും. ദ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് അറ്റ് ദിസ് സ്റ്റേജ് ഈസ് ടു വിഡ്രോ ദ പ്രൊഡക്റ്റ് ഫ്രം ദ മാർക്കറ്റ് ഓർ ടേക്ക് റിവൈവൽ പ്ലാൻസ് ടു റീഇൻട്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ് ഇൻ മോർ മോഡിഫൈഡ് ഫോം. സോ ഇവിടുത്തെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോവാം, അതല്ലെങ്കിൽ റിവൈവൽ പ്ലാൻസ്,
ഈ പ്രൊഡക്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ശ്രമം. അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. സോ അതൊക്കെയാണ് ഡിക്ലൈൻ സ്റ്റേജിൽ പറയുന്നത്. ഇനി യൂട്ടിലിറ്റി ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് എന്തൊക്കെ മെച്ചമാണുള്ളത് നോക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ന്യൂ പ്രൊഡക്ട്സ്. അപ്പോൾ ഓരോ പ്രൊഡക്ട്സും ഓരോ പ്രൊഡക്ട്സിൻ്റെയും പ്ലാനിങ്ങിന് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇനേബിൾസ് എ പ്രൊഡ്യൂസർ ടു എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദി PLC. എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനേബിൾസ് എ പ്രൊഡ്യൂസർ ടു എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദി PLC. അപ്പോൾ ഓരോ സ്റ്റേജസ്, നമ്മുടെ മൊത്തം റവന്യൂവിനെ ഓരോ സ്റ്റേജസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്റ്റേജിലും എത്രത്തോളം റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാനായിട്ട് ഈ PLC എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ സഹായിക്കും എന്നുള്ളതാണ്. ഹെൽപ്സ് ഇൻ ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് PLC എന്ന് പറയുന്ന കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹെൽപ്സ് ഇൻ ഡിസൈനിങ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് ഓരോ പ്രൊഡക്റ്റും പോകുന്നത്. സോ ഓരോ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമ്മളിപ്പം വ്യക്തമായിട്ട് പഠിച്ചു. സോ അതിനനുസരിച്ച് ഓരോ പ്രൊഡക്റ്റും മാർക്കറ്റിൽ നിലനിൽക്കാനായിട്ട് എന്തൊക്കെ തരം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എമംഗ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് അതിൻ്റെ റിസോഴ്സ് അലോക്കേഷൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പോയിൻ്റ്. ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സൊക്കെ കണക്ട് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഹെൽപ്സ് ഇൻ സെറ്റിംഗ് പ്രൈസസ്, ഹെൽപ്സ് ഇൻ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ, ഹെൽപ്ഫുൾ ഇൻ സെയിൽസ് പ്രൊമോഷൻ. അപ്പം പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രൈസ് ഹൈ ആയിരിക്കും. ഗ്രോത്ത് സ്റ്റേജ് ആകുമ്പോൾ പ്രൈസ് എന്താവും ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് അത്രയും കൂടും. സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസിൽ ചെറിയ വേരിയേഷൻസൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ രീതിയിൽ പ്രൈസ് കുറയ്ക്കാനൊന്നും കഴിയില്ല. കാരണം നമ്മൾ അത്രയും കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് എന്തായാലും ഒരു പുഷിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഒരു സെക്കൻഡ് സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു വ്യക്തമായ ധാരണ കിട്ടും. ദെൻ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോത്ത് സ്റ്റേജിൽ പറഞ്ഞു, ഗ്രോത്ത് ഫേസിൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, വലിയ രീതിയിലുള്ള വേരിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഓരോ പ്രൊഡക്റ്റിനും കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം മാർക്കറ്റിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ ഒബ്സൊലീറ്റ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, പിന്നെ മാർക്കറ്റിൽ നിന്ന് തീർച്ചയായിട്ടും റിമൂവ് ചെയ്യപ്പെടേണ്ടി വരും. പിന്നെ സെയിൽസ് പ്രൊമോഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. പിന്നെ ലിമിറ്റേഷൻ, ഇനി ഇതിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലിമിറ്റേഷൻസ്. Stephen King points out that the PLC model can be applied actively only to a specific form of product or service. സ്റ്റീഫൻ കിങ് എന്ന് പറയുന്ന ഒരു വ്യക്തി PLC മോഡലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത് ഒരു പർട്ടിക്കുലർ ഫോം ഓഫ് പ്രൊഡക്റ്റിന് മാത്രമാണ് ഈ PLC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഫർദർ, ഇൻ ദ കേസ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സ് ലൈക്ക് സ്റ്റീൽ, അലുമിനിയം, ഗ്ലാസ്, bread, etc., it is very difficult to identify a clear life cycle. The limitations of the concept of PLC are as follows. So നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞത്, നമ്മളെ മനുഷ്യൻ്റെ കേസിൽ എന്താണ്, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കേസിൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ദർ ആർ പർട്ടിക്കുലർ സ്റ്റേജസ്, അത് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ ഹ്യൂമൻസിലും. പക്ഷേ ഇവിടെ
ലൈഫ് സൈക്കിൾ ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് ഓരോ പ്രൊഡക്റ്റിനും. ഇപ്പോൾ സ്റ്റീല്, അലുമിനിയം, ഗ്ലാസ് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിനൊക്കെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ള പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. പിന്നെ പറഞ്ഞാൽ ഓരോ സ്റ്റേജും എന്തായിരിക്കും, അതിൻ്റെ ഡ്യൂറേഷനൊക്കെ വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ നമ്മുടെ സ്റ്റീൽ, അലുമിനിയം, ഗ്ലാസ് പോലുള്ള പ്രൊഡക്ട്സിന് മറ്റുള്ള പ്രൊഡക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. വേറെ എന്തൊക്കെ ക്രിറ്റിസിസം ആണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദി പർട്ടിക്കുലർ സ്റ്റേജ് ഇൻ വിച്ച് എ പ്രൊഡക്റ്റ് ഈസ്. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ദെൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ലെങ്ത് ഓഫ് ഈച്ച് സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഈസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. ദ സെയിൽസ് ഓഫ് സം പ്രൊഡക്റ്റ് റൈസ് ലൈക്ക് എ റോക്കറ്റ് ദെൻ ഫോൾ ലൈക്ക് എ സ്റ്റിക്ക്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്രിറ്റിസിസമായിട്ട് പറഞ്ഞത് ഓരോ പ്രൊഡക്റ്റും ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ സ്റ്റേജിൻ്റെയും ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ, ഈ ഓരോ സ്റ്റേജിൻ്റെയും ആക്ച്വൽ ഡ്യൂറേഷൻ, അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടെത്താനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. കാരണം പറഞ്ഞു ഓരോ പ്രൊഡക്റ്റിനും എന്താണ്, ഓരോ ലൈഫ് സൈക്കിളാണ്. സോ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രൊഡക്റ്റിനും സെയിം അല്ല. സോ അത് എന്താണ് പറയുന്നത്, ഇപ്പം പ്രൊഡക്റ്റിൻ്റെ റൈസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യാം, റോക്കറ്റ് പോലെ മേലോട്ട് പോകാം, അതേപോലെ തിരിച്ച് താഴോട്ടും വരാമെന്നുള്ളതാണ്. സോ അതൊക്കെ ഓരോ സീസണിലെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് കണ്ടീഷൻസ്, ഓരോ രാജ്യത്തിലെയും സാമ്പത്തിക മേഖലയിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങൾ, ഇതിനൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ നിന്ന് വലിയ രീതിയിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ക്രിറ്റിസിസമായിട്ട് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൾ സ്റ്റേജസ് ക്യാൻ ബി അപ്ലിക്കബിൾ ടു എവറി പ്രൊഡക്റ്റ്. എല്ലാ പ്രൊഡക്റ്റിനും എല്ലാ സ്റ്റേജസും വരണം എന്നൊന്നുമില്ല, എല്ലാ സ്റ്റേജസും അപ്ലിക്കബിൾ ആവണം എന്നില്ല, നിർബന്ധമില്ല. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എലോൺ കനോട്ട് ബി എ ഡിവൈസ് ഫോർ മാർക്കറ്റിംഗ് സക്സസ്. മാർക്കറ്റിംഗ് സക്സസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ സക്സസ് കിട്ടാനായിട്ട് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് മാത്രം മാർക്കറ്റിൽ സ്ട്രാറ്റജൈസ് ചെയ്താൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോം ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. സം പ്രൊഡക്റ്റ് റിമെയിൻസ് ഇൻ മാർക്കറ്റ് ഫോർ 100 years ഓർ മോർ വിത്തൗട്ട് ബീങ് ഔട്ട്ഡേറ്റഡ്. ദീസ് പ്രൊഡക്ട്സ് നെവർ എൻ്റർ ഇൻ ടു ഡിക്ലൈൻ സ്റ്റേജ്. സോ അത്തരത്തിലുള്ള പ്രൊഡക്ട്സും ഉണ്ട്. അതായത് മാർക്കറ്റിൽ ഒരുപാട് കാലം ഉണ്ടാവും, അവർക്ക് ഒരു ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞ ശേഷമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബെവറേജസ് പറയുന്ന സമയത്ത് ചില ആൽക്കഹോൾ കണ്ടൻറ്റുള്ള പ്രൊഡക്ട്സ്, ഇപ്പോൾ ഇതിൽ പറയുന്ന വിസ്കി, ഇതെന്താണ് 100 years കൂടുതൽ മാർക്കറ്റിൽ നിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. അത്രയധികം ലൈഫുണ്ട് പറയും, കാരണം അത്രയും പഴകിയിട്ടാണ് ഇതെന്ത് തന്നെ അൾട്ടിമേറ്റ്ലി പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ വൈനൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് പഴകും തോറും എന്താണ് വീര്യം കൂടുന്നു. സോ അതുപോലെയാണ്. സോ എത്ര കാലം വേണമെങ്കിലും ഇവർ മാർക്കറ്റിൽ നിൽക്കും എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് ഒരു ഡിക്ലൈൻ സ്റ്റേജ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. PLC doesn't really consider the competitive position of the best, that is political, economic, social and technological factors. പിന്നെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു രാജ്യത്തെ പൊളിറ്റിക്കൽ, അതുപോലെ എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ ഈ മേഖലകളിലൊക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ആ പ്രൊഡക്റ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അതായത് അതിൻ്റെ ആ രാജ്യത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ടെക്നോളജിക്കലി എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കുന്നു. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല. സാധാരണ ഒരു പ്രൊഡക്റ്റിന് എന്താണോ സംഭവിക്കുക അത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. സോ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടി വരും. സോ
ഇതൊക്കെയാണ് ഈ PLC എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ വലിയ ക്രിറ്റിസിസമായിട്ട് സാധാരണ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്താണ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സാമിന് എല്ലായ്പ്പോഴും ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.